നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ഓപ്പൺ ഫോറത്തിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളും നടന്നു വരികയാണ്. ഇത്തവണയും തുടർഭരണം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെയാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ വികസന കോട്ടങ്ങൾ ഉയർത്തിക്കാട്ടി ഇത്തവണ ഭരണം പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് UDF രംഗത്തിറങ്ങിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി തങ്ങളുടെ കരുത്ത് കാട്ടുമെന്ന വാശിയോടെയാണ് NDA മുന്നണിയും ഇത്തവണ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത്. കണ്ണൂർ ജില്ലയുടെ കാര്യങ്ങളിലേക്ക് വന്നാൽ കണ്ണൂർ ജില്ലയിൽ 11 മണ്ഡലങ്ങളിൽ 2 ഇടത്ത് മാത്രമാണ് UDFന് MLA ഉള്ളത്. മറ്റിടങ്ങളിലൊക്കെ തന്നെ LDFന്റെ MLAമാരാണ്. എന്നാൽ ഇത്തവണ കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കുമെന്ന വാശിയോടെയാണ് കണ്ണൂർ ജില്ലയിലും UDF തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇരിക്കൂറും പേരാവൂരും പിടിച്ചെടുത്ത മുഴുവൻ മണ്ഡലങ്ങളിലും തങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് LDF ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെയും വിജയ സാധ്യതകളും സാഹചര്യങ്ങളും വിലയിരുത്തുകയാണ് ഓപ്പൺ ഫോറം. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കല്യാശ്ശേരി മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും ഒപ്പം മുന്നണികളുടെ പ്രതീക്ഷകളുമാണ്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് LDFന് വേണ്ടി CPM നേതാവ് PP ഷാജിർ, UDFന് വേണ്ടി മുസ്ലിം ലീഗ് നേതാവ് സഹീദ് കായിക്കാരൻ, NDA മുന്നണിക്ക് വേണ്ടി BJP നേതാവ് AV സനൽ എന്നിവരാണ്. 3 പേരെയും ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ആദ്യം LDF പ്രതിനിധിയിലേക്ക് പോവുകയാണ്. ശ്രീ PP ഷാജിർ, കല്യാശ്ശേരി എന്നത് പേര് പോലെ തന്നെ കല്ലുപോലെ ഉറച്ച LDFന്റെ മണ്ഡലമെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ എടുത്തു നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും. ഓരോ തെരഞ്ഞെടുപ്പിലും LDFന്റെ ഭൂരിപക്ഷം വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇത്തവണ നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? അവിടെ വികസന സന്ദേശ യാത്രയൊക്കെ നടത്തിയിട്ടുണ്ട്. ഇത്തവണ ഭൂരിപക്ഷം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കൂടുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണോ LDFനുള്ളത്? അല്ല, കല്യാശ്ശേരിയെ സംബന്ധിച്ച് മാത്രമല്ല, ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷത്തെ വളരെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ കല്യാശ്ശേരി, നമുക്കറിയാം, കല്യാശ്ശേരി എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം, അത് കല്യാശ്ശേരി മാത്രമല്ല, കല്യാശ്ശേരിയുടെ രൂപീകരണത്തിന് മുമ്പേ പയ്യന്നൂരിന്റെയും തളിപ്പറമ്പിന്റെയും അഴീക്കോടിന്റെയും ഭാഗമായിരുന്ന മണ്ഡലം. ആ ഘട്ടത്തിലെല്ലാം കല്ലുപോലെ തന്നെ ഉറച്ചു നിന്ന മണ്ഡലമാണ്. യാതൊരു കോട്ടവും സംഭവിക്കാൻ ഇല്ല. ആ ചോദ്യം പോലും അപ്രസക്തമാണ്. കാരണം കല്യാശ്ശേരിയിലെ ജനവിഭാഗങ്ങൾ എങ്ങനെയാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നെഞ്ചേറ്റിയത്, അവരുടെ പ്രതീക്ഷ എന്താണോ അതിനനുസരിച്ച് തന്നെയാണ് ഏതാണ്ട് 1400 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ 5 വർഷം കൊണ്ട് കല്യാശ്ശേരി മണ്ഡലത്തിൽ മാത്രം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് യാതൊരു സംശയവുമില്ല, സാധാരണ ഉള്ളത് പോലെ തന്നെ ഇത്തവണ ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെക്കാളും ഭൂരിപക്ഷം വർദ്ധിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി തന്നെ കല്യാശ്ശേരി മണ്ഡലത്തിൽ വരും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറപ്പിച്ച് പ്രതീക്ഷിക്കുന്നത്. ശ്രീ ഷാജർ, ഈ വികസന സന്ദേശ യാത്രയൊക്കെ നടത്തിയപ്പോൾ എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു വികാരം? എങ്ങനെയാണ് അവരുടെ ഒരു പൾസ് കൃത്യമായി മനസ്സിലാക്കി കാണുമല്ലോ? തീർച്ചയായും വികസന സന്ദേശ ജാഥ മാത്രമല്ല, വികസന സന്ദേശ ജാഥ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നയിച്ചുകൊണ്ട് നമുക്കൊരു സ്വീകരണ കേന്ദ്രം ഉണ്ടായി. അത് തന്നെ പഴയങ്ങാടിയിൽ രാവിലെ ആയിരുന്നു, അന്ന് ഏറ്റവും രാവിലെ ആയിരുന്നു നമ്മുടെ സ്വീകരണം. ആ സ്വീകരണത്തിൽ പോലും നമ്മുടെ പ്രതീക്ഷക്കപ്പുറം ആളുകൾ വരുന്ന നിലയാണ് ഉണ്ടായി. അതിനുശേഷം നമ്മുടെ MLA തന്നെ നയിക്കുന്ന വികസന സന്ദേശ ജാഥ എല്ലാ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളും വിവിധ തലങ്ങളിൽ പോകുന്ന നിലയുണ്ടായി. വളരെ ആവേശകരമായ പ്രതികരണവും അതുപോലെ സ്വീകരണങ്ങളുമാണ് ഏറ്റുവാങ്ങിയത്. ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. കാരണം കരുതലിന്റെയും അതുപോലെ തന്നെ കൂടെ നിൽക്കുന്നവരുടെ കൂടെയാണ് എന്ന പ്രതീക്ഷയിലാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വീണ്ടും അധികാരത്തിലേറ്റാനുള്ള ഒരു വലിയ പരിശ്രമവും ആവേശത്തിലുമാണ് കേരളത്തിലെ ജനങ്ങൾ. തീർച്ചയായും അതുകൊണ്ട് തന്നെ കല്യാശ്ശേരിയിലെ ജനങ്ങളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവാനില്ല. അതിന് കേരളത്തിലെ പൊതു ട്രെൻഡിനോടൊപ്പം തന്നെ കല്യാശ്ശേരി നിലനിൽക്കും. കല്യാശ്ശേരി മഹാഭൂരിപക്ഷത്തോടു കൂടി തന്നെ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും.
പക്ഷേ ഷാജർ, ഈ UDF-നൊക്കെ തന്നെ ഇത്തവണ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമാണ്. അതിൽ വലിയൊരു തിരിച്ചടി LDF-ന് നേരിടേണ്ടി വന്നിരുന്നു. കല്യാശ്ശേരി മണ്ഡലത്തിലെ കാര്യം അത്രമാത്രം തിരിച്ചടി ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടി സംസ്ഥാനത്താകെ വലിയൊരു തിരിച്ചടി LDF-ന് നേരിടേണ്ടി വന്നിരുന്നു. അതാണ് UDF-ന് വലിയൊരു പ്രതീക്ഷ നൽകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ. തിരിച്ചടി എന്ന് പറയാനില്ല. പൊതുവിൽ സംസ്ഥാനത്തിനകത്ത് ചെറിയൊരു പിറകോട്ട് പോക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് ഏതൊരു തെരഞ്ഞെടുപ്പിനെയും പൊതുവിൽ ഇടതുപക്ഷം കാണുന്നത് ജനങ്ങൾ അവരുടെ വിവിധ വിഷയങ്ങളിൽ ഇടപെടുന്ന കാര്യമാണ്. വലിയ തോതിൽ ഇടതുപക്ഷ വിരുദ്ധത ഉണ്ടാക്കുന്നതിനു വേണ്ടി വർഗീയ ശക്തികളെല്ലാമായിട്ട് ഒരു ഭാഗത്ത് NDA-യുമായിട്ട് യോജിക്കുന്നു, ഒരു ഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് യോജിക്കുന്നു. ഇങ്ങനെയെല്ലാം ഉണ്ടായപ്പോഴാണ് പ്രാദേശിക തലത്തിൽ ചില വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ജനങ്ങൾ ഇന്ന് അതിനൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ വീടുകൾ കയറി ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന നില ഉൾപ്പെടെ ഉണ്ടായി. ജനങ്ങൾ തീർച്ചയായും അതെല്ലാം മാറ്റി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നമ്മളിപ്പോ വീട് കയറുമ്പോണ്ടായ അനുഭവം, ഈ സർക്കാരിനെതിരായി എന്തെങ്കിലും പറയാൻ ജനങ്ങൾ തയ്യാറായിട്ടില്ല. സർക്കാർ നടത്തിയ ക്ഷേമ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കല്യാശ്ശേരി മണ്ഡലത്തിനെ അപേക്ഷിച്ചും ഏതെങ്കിലും തരത്തിലൊരു കോട്ടമുണ്ട് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. നമ്മുടെ സീറ്റെല്ലാം ഏതാണ്ട് നിലനിർത്തിക്കൊണ്ടും അധിക വോട്ട്, ഇപ്പോ പല പഞ്ചായത്തിലും അധിക വോട്ട് വാങ്ങുന്ന നിലയുണ്ടായി എന്നുള്ളതാണ് നമുക്ക് കല്യാശ്ശേരി മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകൾ കാണാൻ വേണ്ടി കഴിഞ്ഞത്. എതിരില്ലാതെ കല്യാശ്ശേരി മണ്ഡലത്തിൽ തന്നെ കണ്ടമനം പോലുള്ള പഞ്ചായത്തുകളിൽ UDF-ന് സ്ഥാനാർത്ഥികളെ നിർത്താൻ ആളുണ്ടായില്ല, UDF-നും ഉണ്ടായില്ല, NDA-ക്കും ഉണ്ടായില്ല. ഇപ്പൊ എതിരില്ലാതെ വിജയിക്കുന്ന നിലയായിട്ട് കല്യാശ്ശേരി മണ്ഡലത്തിൽ മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരും. അതിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം, ഒരുപക്ഷെ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ആദ്യം പ്രഖ്യാപിക്കുന്ന മണ്ഡലം കല്യാശ്ശേരിയായി. ശരി, താങ്കളിലേക്ക് ഞാൻ വരാം. ശ്രീ സഹീദ് കായിക്കാരൻ, വലിയ വിജയപ്രതീക്ഷ മാത്രമല്ല LDF-നുള്ളത്, അവിടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഇത്തവണ വിജയിച്ച് കയറുമെന്നാണ് ഷാജിർ പറയുന്നത്. സർക്കാരിനെതിരായി ജനങ്ങൾക്കൊന്നും പറയാനില്ല, പിന്നെ എവിടെയാണ് UDF-ന്റെ പ്രതീക്ഷ? അതെ, ഷാജർ ഇപ്പൊ പറഞ്ഞ പ്രതീക്ഷ തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം CPM ആണ് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം കല്യാശ്ശേരിയിൽ എത്രയാണെന്ന് വിലയിരുത്തിയാൽ മനസ്സിലാകും. CPM UDF-ന് വോട്ട് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ, അത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് സംസാരിക്കേണ്ട കാര്യമാണ്. ഇവിടെ വികസന പെരുമഴ പെയ്തു എന്നാണ് പ്രിയപ്പെട്ട ഷാജിർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പ്രധാനപ്പെട്ട മേഖലകളിലൊന്നും തന്നെ വികസനം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ പ്രത്യേകം നമുക്ക് അടിവരയാനിടാനുള്ളത്. കാരണം പ്രത്യേകിച്ച് പറയാം, മത്സ്യത്തൊഴിലാളി മേഖലയിൽ പുലിമൂട്ട് നിർമ്മിച്ചു. ഇതുവരെ പുലിമൂട്ടിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ഉപയോഗപ്പെടാത്ത വികസനമാണ് ഈ പ്രഖ്യാപനങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു കല്ലുമക്കായ ഹാച്ചറി പുതിയങ്ങാടിയിലെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം മത്സ്യത്തൊഴിലാളികളുടെ ഒരു ആവശ്യമല്ല കല്ലുമക്കായ ഹാച്ചറി എന്നുള്ളത്. അത് എന്തോ താല്പര്യത്തിന്റെ വകയായി കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ്, അതും ഇതുവരെ പൂർത്തീകരിക്കാതെ അത് അവിടെ കിടക്കുന്നു. അതുപോലെ തന്നെ കടലാക്രമണ ഭീഷണി നേരിടുന്ന മേഖലകളിലെ കടൽ ഭിത്തി, പുതിയവളപ്പ്, ബീച്ച് റോഡ് മേഖലകളിൽ ഇപ്പോഴും കടൽ ഭിത്തി നിർമ്മിക്കാതെ നിൽക്കുന്നു. അതും പ്രഖ്യാപനത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ തദ്ദേശ വികസന പദ്ധതി, റോഡ് വികസന പദ്ധതി എന്ന് പറഞ്ഞ് 1000 കോടിയോ മറ്റോ പ്രഖ്യാപിച്ച പദ്ധതി കല്യാശ്ശേരിയിലെ പല ഭാഗങ്ങളിലും എത്തിയെങ്കിലും അത് രാഷ്ട്രീയം നോക്കി ഇടതുപക്ഷ മുന്നണിയുടെ മേഖലകളിൽ മാത്രം വികസനം ഒതുക്കി മറ്റു മേഖലകളിൽ കൊടുക്കാതിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, വെങ്ങര മേൽപ്പാലം 2 സ്പാനുകൾ പൂർത്തിയാക്കി, സെൻട്രലിലുള്ള ഒരു സ്പാൻ പൂർത്തിയാകാതെ കിടക്കുന്നു. അതും ഇന്ന് നാളെ എന്ന് പറഞ്ഞ് ഓരോ ഘട്ടങ്ങളിലും ഉത്തരവാദിത്തപ്പെട്ടവരുടെ പ്രഖ്യാപനത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം,
പ്രിയപ്പെട്ട ഷാജിറിന്റെ നാട്ടിലേക്ക് ഇനി എനിക്ക് എത്തണമെങ്കിൽ മണിക്കൂറുകളോളം യാത്ര ചെയ്താൽ മാത്രമേ പഴയങ്ങാടിയിൽ നിന്ന് എനിക്ക് അവിടെ എത്താൻ സാധിക്കൂ. കാരണം താപം മേൽപ്പാലം അടച്ചിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞ് താപത്തെത്തിയാൽ കണ്ണൂരിലേക്ക് എത്തണമെങ്കിൽ ആ പാലം നിർമ്മിച്ചത് LDF അല്ല കേട്ടോ. പാപ്പിനിശ്ശേരി, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറയുമ്പോ നിങ്ങൾ പറയുമ്പോ ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ. പാപ്പിനിശ്ശേരി മേൽപ്പാലം അതും അടച്ചിരിക്കുകയാണ്. അങ്ങനെ 100% ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിലേക്ക് നമ്മുടെ കല്യാശ്ശേരിയെ പൂർണ്ണമായും നിലച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ചർച്ച നടക്കുന്നത്. അതുപോലെ തന്നെ പിലാത്തറ പാപ്പിനിശ്ശേരി റോഡ് അതും പ്രഖ്യാപനത്തിൽ വലിയ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നെങ്കിലും അതിന്റെ പ്രവർത്തനത്തിൽ വലിയ അപാകതകൾ വന്നിരിക്കുകയാണ്. അതിപ്പോഴും ഒച്ചിഴയുന്ന വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പല മേഖലകളിലും പ്രവർത്തനം നിലച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പഴയങ്ങാടി അണ്ടർപാസ് MLA തന്നെ ഒരു 5 തവണ അതിന്റെ പ്രവൃത്തി ആരംഭിക്കുമെന്ന് പറഞ്ഞ 5 ഡേറ്റ് നമുക്ക് തന്നു. ഇപ്പൊ അവസാനം ഈ ഞാൻ സംസാരിക്കുന്ന ഫെബ്രുവരി മാസം പ്രവൃത്തി ഉദ്ഘാടനം നടക്കും എന്നാണ് പറഞ്ഞത്. ഇനി ഫെബ്രുവരി നമുക്കറിയാം, ഫെബ്രുവരി 28 ഉള്ളൂ, തീയതി ഇനി അങ്ങോട്ടില്ല. അപ്പൊ അത് കൃത്യമായി MLA അവസാനം ഇറക്കിയ വീഡിയോ തന്നെ അതിന് സാക്ഷ്യമാണ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് മറ്റു കാര്യം, മുമ്പ് കഴിഞ്ഞ 10 വർഷമായി ഈ സർക്കാർ അധികാരത്തിൽ വന്നു. നമുക്കറിയാം കല്യാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം കല്യാശ്ശേരി, അതിനു മുമ്പ് പയ്യന്നൂര് ഒക്കെ CPM മാത്രം പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണ ഉത്തരവാദിത്വം CPM-ന് തന്നെയാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അതിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ല. അപ്പൊ അവിടെ വികസനം എത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ ഉത്തരം പറയേണ്ടവർ CPM നേതൃത്വവും അതുപോലെ തന്നെ അവരെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധികളുമാണ്. ബോട്ട് ജെട്ടി നിർമ്മിച്ചിട്ടുണ്ട്. നമുക്കറിയാം മാട്ടൂര് മുതൽ പഴയങ്ങാടി വരെ ബോട്ട് ജെട്ടികൾ നിർമ്മിച്ചിട്ടുണ്ട്. 10 വർഷമാകാൻ പോകുന്നു. ഒരു ബോട്ട് പോലും ഇവിടെ കരക്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ എന്താണ് അതിൽ നിന്ന് വികസനം? ജനങ്ങൾക്ക് ആവശ്യമായ വികസനം ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. കല്യാശ്ശേരി മണ്ഡലത്തിൽ ഒരു ഗവൺമെന്റ് കോളേജ് ഇല്ല. ഗവൺമെന്റ് കോളേജ് ഇല്ലാത്ത അപൂർവം ചില മണ്ഡലങ്ങളിൽ ഒന്നാണ് കല്യാശ്ശേരി നിയോജക മണ്ഡലം. അതുപോലെ തന്നെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ കൃത്യമായ സ്റ്റാഫ് ഇല്ല, കൃത്യമായ ഡോക്ടർമാരില്ല, കൃത്യമായ പോസ്റ്റ് ക്രിയേഷൻ നടത്തിയിട്ടില്ല. മാടായിലെ 2 PHC-കളെ FHSC ആക്കി ഉയർത്തിയിട്ടുണ്ട്. അവിടെ ഇതുവരെ ഈവനിങ് OP നടത്താൻ സാധിച്ചിട്ടില്ല. അവിടെ ആവശ്യമായ അത്ര ഡോക്ടർമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ് അവരെ ഒന്നും തന്നെ പോസ്റ്റ് ക്രിയേഷൻ പോലും നടത്തിയിട്ടില്ല. എന്നാലല്ലേ ആളെ നിയമിക്കുക എന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ 10 വർഷമായിട്ടെന്നല്ല വർഷങ്ങളായിട്ട് പ്രതിനിധീകരിക്കുന്ന CPM-ന്റെ ജനപ്രതിനിധികളുടെ നേട്ടമായിട്ട് നിങ്ങൾക്ക് പറയാം. ശരി, താങ്കളിലേക്ക് വരാം. ശ്രീ AV സനൽ, വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്നു PP ഷാജിർ, ഒപ്പം വികസന കോട്ടങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് സഹീദ് കായിക്കാരൻ. BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയുടെ പ്രതീക്ഷ എത്രത്തോളമാണ് കല്യാശ്ശേരി മണ്ഡലത്തിൽ? NDA മുന്നണി എന്ന് പറയുമ്പോ ഞങ്ങള് 12 വർഷമായി രാജ്യത്ത് ഈ അധികാരം കൈയാളും. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം കഴിഞ്ഞ 12 വർഷങ്ങളായി നടപ്പിലാക്കിയ കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ അടിസ്ഥാനമാക്കിയാണ് ഭാരതീയ ജനതാ പാർട്ടിയും അതുപോലെ തന്നെ നാഷണൽ ഡെമോക്രാറ്റ് അലയൻസും ഈ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പൊ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതോടൊപ്പം രണ്ടുപേരും ഇപ്പോഴും നിങ്ങൾ പറയുന്നത് കേട്ടു. അപ്പോ 1956-ൽ കേരളം രൂപീകൃതമായ തൊട്ട് 2 മുന്നണികൾ, അത് ഈ മുന്നണികൾ അല്ലെങ്കിലും പല മുന്നണികളിലും ഒരു കക്ഷികളായിരുന്നു. ഈ മുന്നണികളായിരുന്നു ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ മുന്നണികളായിരുന്നു ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ഭരണ നേട്ടങ്ങളൊക്കെ നേരത്തെ ഷാജിർ പറഞ്ഞു. അതിലിപ്പോ ആദ്യം ഷാജിർ പറഞ്ഞത് ഈ കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ മൊത്തം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ
ഭാരതീയ ജനതാ പാർട്ടിക്കും അതുപോലെ തന്നെ UDF-നും സ്ഥാനാർത്ഥികളെ നിർത്താൻ പറ്റുന്നില്ല, അവിടെ നിൽക്കാൻ ആളുകളില്ല എന്നാണ് പറയുന്നത്. അതായത് ഷാജിറിനോട് നമുക്ക് പറയാനുള്ള മറുപടി, സ്ഥാനാർത്ഥികളെ ഉന്മൂലനം ചെയ്യുക, നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ ആക്രമിക്കുക, അവർക്ക് ദേഹോപദ്രവം ചെയ്യുക, അവരുടെ വീടുകളിൽ താമസിക്കുന്ന അവരുടെ ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തുക. ഇതാണ് കല്യാശ്ശേരിയിലെ 10 പഞ്ചായത്തുകളിൽ CPM-ന് ആധിപത്യമുള്ള പഞ്ചായത്തുകളിൽ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഷാജിറിന് അത് അംഗീകരിക്കാൻ പറ്റുമോ? താങ്കൾ പറഞ്ഞു ഈ കല്യാശ്ശേരി എന്ന് പറയുന്നത് വലിയൊരു കോട്ടയാണ്. ആ കോട്ടയിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇന്നത്തെ ബഹുമാന്യനായ MP രാജ്മോഹൻ ഉണ്ണിത്താൻ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ കല്യാശ്ശേരി നിയമസഭയിലെ ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷം എത്രയായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വെറും 1000 വോട്ടിന് താഴെയായിരുന്നു, 40,000 വോട്ടിനായിരുന്നു, 40,000-ൽ പരം വോട്ടിനായിരുന്നു ശ്രീ MP വിജയിച്ചത്. പക്ഷെ 1000 വോട്ടിലേക്ക് നിങ്ങൾ താഴ്ന്നിട്ടുണ്ടെങ്കിൽ ഭരണപരമായ നേട്ടങ്ങൾ തന്നെയാണ് എന്നാണ് ഷാജിറിനോട് ഇതിലൊരു മറുപടി പറയുന്നത്. കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല. പക്ഷെ നിങ്ങൾ പറയുന്നു നിങ്ങൾ ഒരുപാട് അടിസ്ഥാന വികസനങ്ങൾ നടത്തി. എന്താണ് നിങ്ങൾ നടത്തിയ 1400 കോടിയുടെ പദ്ധതികൾ നിങ്ങളോട് അവതരിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് നിങ്ങൾ ആ ഒരു പദ്ധതിയുടെ ഒന്ന് പേര് പറയണം. അല്ലെങ്കിൽ നിങ്ങൾ പദ്ധതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പദ്ധതിയുടെ പേര് പറയണം. നടപ്പിലാക്കി പൂർത്തിയാക്കിയ പദ്ധതി പറയണം. കേന്ദ്ര ഫണ്ടുകൾ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് കൃത്യമായി വിനിയോഗിച്ച് പഞ്ചായത്തുകൾ ഇംപ്ലിമെന്റ്. ഞാൻ പറയാം, ഏത് രാഷ്ട്രീയ പാർട്ടി, എത്ര വലിയ രാഷ്ട്രീയ പാർട്ടി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാലും അത് ഫണ്ട് വികേന്ദ്രീകരണവും അതുപോലെ തന്നെ അത് ഏത് പദ്ധതികളായാലും അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കടമയാണ്. നിങ്ങൾ കേന്ദ്രം തന്ന ഏത് പദ്ധതിയാണ് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ ഫണ്ട് ലാപ്സ് ആക്കിയതല്ലാതെ ഫണ്ട് മാർച്ചിനുള്ളിൽ നിങ്ങൾ കൃത്യമായി അവലോകനം ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്ത പദ്ധതികൾ ഏതാണ്? നടപ്പിലാക്കിയ പദ്ധതികൾ ഏതാണ്? ഒരുപാട് പദ്ധതികൾ. ഞാൻ അവസാനമായി നിങ്ങളോട് കൂടുതലൊന്നും പറയാം. KSTP പദ്ധതി ഷാജിർ പറയുന്നു അത് UDF-ന്റെ ഇബ്രാഹിം കുഞ്ഞ് ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് അല്ലെ? UDF പറയുന്നു അത് G സുധാകരന്റെ നേതൃത്വത്തിൽ എത്തിയ പദ്ധതിയാണ്. ഈ 2 മേൽപ്പാലങ്ങളും ഇപ്പോൾ നമ്മുടെ മുന്നിലാണ്. ഈ 2 മേൽപ്പാലങ്ങളുടെ അവസ്ഥ എന്താണ്? ഇന്ന് സാധാരണ ജനങ്ങൾ, രാഷ്ട്രീയമൊക്കെ വിടൂ, സാധാരണ ജനങ്ങൾക്ക് പഴയങ്ങാടി റെയിൽവേ പാളം മുറിച്ചു കിടക്കണങ്ങള് അവരുടെ ജീവൻ മരണ പോരാട്ടമാണ്. വിദ്യാർത്ഥികളും പൊതുജനങ്ങളും അവർക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുന്നതിലപ്പുറമാണ്. യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണ്ടേ? എത്ര തവണ 2018-ൽ ഉദ്ഘാടനം ചെയ്ത 2 പാലങ്ങളും ഈ പിലാത്തറ മുതൽ ചുങ്കം വരെയുള്ള ഉദ്ഘാടനം ചെയ്ത ഈ KSTP റോഡ് ഇത് അടക്കുന്നത് 3-ാം തവണയാണ്. ഇനിയിപ്പോ ഇവര് പറയുന്നു ഇബ്രാഹിം കുഞ്ഞാണ്, ഇബ്രാഹിം കുഞ്ഞ് പറയുന്നു G സുധാകരനാണ്. പൊതുജനങ്ങൾ ഇത് ആരോട് ചോദിക്കും? നമ്മുടെ വിഷയം ഇതാണ്. നിങ്ങൾ പറഞ്ഞു പാലാരിവട്ടം പദ്ധതി നടപ്പിലാക്കിയ കമ്പനി RDS കമ്പനിയാണ് നടപ്പിലാക്കിയതെന്ന്. ശരിയായിരിക്കാം. അവരെ കരിമ്പട്ടികയിൽപ്പെടുത്തി, കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള അവരുടെ പദ്ധതികളിൽ നിന്നും അവരെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ കുറെ കാലമായി ഇവിടെ ഭരിക്കുന്നത്. എന്ത് ചെയ്തു? നിങ്ങൾ 18 കോടിയുടെ പദ്ധതി നിങ്ങളിപ്പോ ഈ പിലാത്തറ നിന്ന് ആരംഭിച്ചു. എവിടം വരെ എത്തി? ഈ എരിപുരം സർക്കിൾ വരെ, പോലീസ് സ്റ്റേഷന്റെ സർക്കിൾ വരെ പകുതി മാത്രം, ഒരു സൈഡ് മാത്രം ടാർ ചെയ്തുകൊണ്ട് അവിടെ വെച്ചിരിക്കുകയാണ്. ഇതിനൊക്കെ മറുപടി ആര് പറയും? ഇതാണ് നമ്മളോട്. അപ്പോ നിങ്ങൾ പറയുന്ന വികസന നേട്ടങ്ങളാണ് ഈ 18 കോടിയുടെ അഴിമതിയുടെ കഥ. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നതൊക്കെ ജനങ്ങൾക്കറിയാം. അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കല്യാശ്ശേരിയിൽ ഉൾപ്പെടെ, ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളുടെ കോട്ട കുത്തളങ്ങൾ എന്നറിയപ്പെടുന്ന പയ്യന്നൂർ ഉൾപ്പെടെ ഒരു പക്ഷേ അവിടുത്തെ ജനങ്ങൾ മാറ്റി ചിന്തിക്കുന്ന അവസ്ഥയിലേക്കാണ്. കാരണം രക്തസാക്ഷികളെ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഫണ്ട് പിരിക്കുന്ന ഒരവസ്ഥ. ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ട് സതീശന്റെ പുതിയ യാത്ര, SDPയെ കൂട്ടുപിടിച്ചുകൊണ്ട് സതീശന്റെ യാത്ര. അപ്പൊ SDPയും എന്ന് വെച്ചാൽ തീവ്രവാദി സംഘടനകൾ എന്ത് തീരുമാനിക്കുന്നോ അത് നടപ്പിലാക്കാൻ സതീശന്റെ നേതൃത്വത്തിലുള്ള UDF-ഉം അതുപോലെ തന്നെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഗവൺമെന്റ്. അത് കരിമണൽ ഖനനമായാലും സ്വർണ്ണക്കൊള്ളയായാലും ശബരിമല കൊള്ളയായാലും ഇനി ആരെയൊക്കെ ഏതൊക്കെ രീതിയിൽ കൊള്ളയടിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു റിസർച്ച് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിൽ ഇപ്പോൾ അധികാരത്തിലുള്ളത്. അവർക്കെതിരെയും തീവ്രവാദ പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കാൻ
കൊള്ളയടിക്കാൻ പോകുന്ന ഇടതുപക്ഷ വലതുപക്ഷ മുന്നണികൾക്കിടയിലുള്ള ഒരു വിധിയെഴുത്തായിരിക്കും വരുന്ന ശരി. പൊതുതെരഞ്ഞെടുപ്പ് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് ശ്രീ പി ഷാജർ, റെക്കോർഡ് ഭൂരിപക്ഷമൊക്കെ പ്രതീക്ഷിച്ച് തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയിരിക്കുകയാണ് LDF. പക്ഷേ സെയ്ദ് കൈക്കാരൻ വികസന കോട്ടങ്ങളുടെ വലിയൊരു ലിസ്റ്റ് തന്നെ പുറത്തുവിടുകയാണ്. ഒപ്പം AV സ്ഥാനലും ഈ പ്രധാനമായും ഈ കല്യാശ്ശേരി മണ്ഡലം തീരദേശ മേഖല ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഉൾപ്പെടെ ഒരു വികസനവും ഉണ്ടായില്ലെന്നാണ് സെയ്ദ് കൈക്കാരൻ കുറ്റപ്പെടുത്തുന്നത്. ഒപ്പം AV സ്ഥാനലും അതേ രീതിയിൽ വികസനങ്ങളൊന്നും തന്നെ മണ്ഡലത്തിൽ നടന്നില്ല എന്നാണ് ആരോപിക്കുന്നത്. മറുപടി രണ്ടുപേരുടെയും ശത്രു ഇടതുപക്ഷമായതുകൊണ്ട് അതില് ആ ചർച്ച ഏതായാലും രണ്ടുപേരുടെയും ഞാൻ സ്വാഗതം ചെയ്യാം. ഇവിടെ നമ്മൾ കാണേണ്ടത് ഒന്ന്, ആദ്യം തന്നെ ഞാൻ പറയാം, ഇവര് പറഞ്ഞ കാര്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി കൂട്ടിയോജിപ്പിക്കേണ്ടതില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള വലിയൊരു ജനവിധിയാണ് കേരളത്തിലുണ്ടായത്. അപ്പൊ അതിന്റെ ഭാഗമായി വരുമ്പോ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലെ ഒരു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന്റെ കൂടെ ആളുകൾ നിൽക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. അത് ആ സന്ദർഭത്തിൽ ഞങ്ങൾ പാർക്കണം. ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. പോരായ്മ എന്ന് ഞാൻ പറയില്ല. കാരണം എനിക്കിപ്പോ ഏറ്റവും ഒടുവിൽ NDA പ്രതിനിധി പറഞ്ഞതുപോലെ വികസനം എണ്ണിപ്പറയാൻ സമയമില്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ബാധിക്കുന്നത്. കാരണം 1400 കോടിയുടെ വികസന പ്രവർത്തനം ഈ കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ എമ്പാടുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ആരോപണമായി പറഞ്ഞത് 2 പാലാണ്. എന്താണ് 2 പാലത്തിന് സംഭവിച്ചത്? UDFന്റെ ഗവൺമെന്റ് ഈ കേരളത്തിൽ അന്ന് പൊതുമരാമത്ത് കൈകാര്യം ചെയ്യുന്ന ലീഗ് ഉൾപ്പെടെ നടത്തിയ അഴിമതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് നാം കണ്ട ഈ 2 നമ്മുടെ മണ്ഡലത്തിന്റെ ഭാഗമായി വരുന്ന പാപ്പിനിശ്ശേരി പാലവും അതുപോലെ തന്നെ പഴയങ്ങാടി പാലം. നമുക്കറിയാമല്ലോ പഞ്ചവടി പാലത്തിന്റെ ഒരു സിനിമയുണ്ട് പഴയ. അതിനെ ഓർമ്മിപ്പിക്കുന്ന നിലയിൽ ഒരു പാലം പൊട്ടി വീണു. എന്താ പറയാത്തത്? പാലാരിവട്ടം. ആ പാലാരിവട്ടം പാലം എടുത്ത അതേ RDS ആണ് ഈ 2 പാലം എടുത്തത്. പോരായ്മകളുണ്ട്. നമ്മളിപ്പോ പഴിചാരി നിന്നിട്ട് കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. നമ്മളത് റിപ്പയർ ചെയ്യാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 18 കോടി രൂപയാണ് KSTP റോഡ് ടാറിങ്ങിനും 2 പാലത്തിന്റെ പ്രവർത്തനത്തിനുമായി നീക്കിവെച്ചത്. അതിന്റെ പ്രവർത്തനം മന്ദഗതിയിലൊന്നുമല്ല, കൃത്യമായി നടക്കുന്നുണ്ട്. സമീപ ദിവസങ്ങളിൽ മെറ്റൽ കിട്ടാത്ത ചില പ്രശ്നങ്ങൾ കോൺട്രാക്ടർമാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. പാലം പണി അതിവേഗത്തിലാണ്, വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗതാഗതം പ്രശ്നമാകാതിരിക്കുന്നതിന് വേണ്ടി രാത്രികാലങ്ങളിലാണ് പണി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ റോഡ് കാര്യങ്ങളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയാൻ. പിന്നെ മത്സ്യത്തൊഴിലാളികളുടെ വികസനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ വികസനവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ പറഞ്ഞല്ലോ. പുലിമുട്ടിൽ ചെറിയ പദ്ധതിയല്ല. പുലിമുട്ടിൽ ചൂട്ടാട് പുലിമുട്ടിൽ ഏതാണ്ട് 28 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഒരു ഘട്ടത്തിൽ അതിന്റെ കോൺട്രാക്ടറുടെ ഭാഗത്ത് ചില അലസതയുണ്ടായി. അതുപോലെ തന്നെ അവിടുത്തെ ഡ്രഡ്ജിങ്ങുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധം വിളക്കിവിട്ടതാരാ? പുതിയങ്ങാടിയിലെ കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് ഒരു ഘട്ടത്തിൽ മാറി. അത് പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി. പക്ഷെ ഇപ്പൊ ജനങ്ങൾ ബോധ്യായി. ചൂട്ടാട് ഫിഷ് ലാൻഡിംഗ് സെന്റർ 5 കോടി റുപ്യ അതിന്റെ ടെൻഡർ ആയിരിക്കുകയാണ്. അതുപോലെ മാട്ടൂർ കടൽഭിത്തി എത്ര കാലമായി? അതിന്റെ പ്രവർത്തനങ്ങളും അന്തിമഘട്ടത്തിലാണ്. തീരദേശ ഹൈവേ പുതിയങ്ങാടി മാട്ടൂർ മേഖലയിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ യാത്രാ സൗകര്യമാകുന്ന വളരെ പ്രതീക്ഷയായിട്ടുള്ള ഭാഗമാണല്ലോ നമ്മുടെ തീരദേശ ഹൈവേ. അതിന്റെ പ്രവർത്തനം നടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇതെല്ലാം കല്യാശ്ശേരി മണ്ഡലത്തിനകത്ത് ഇപ്പോ അവതാരകൻ തന്നെ പറഞ്ഞല്ലോ, നമ്മുടെ വികസന സന്ദേശ ജാഥ. വികസന സന്ദേശ ജാഥക്ക് MLAക്ക് ഏറ്റവും നല്ല സ്വീകരണം കിട്ടിയ ഒരു കേന്ദ്രം ഏതാണെന്നറിയോ? പുതിയങ്ങാടിയാ. പുതിയങ്ങാടിയിൽ ഏറ്റവും വലിയ സ്വീകരണം സമീപകാലത്ത് ഒരു പക്ഷേ
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ പിന്തുണയില്ലാത്തൊരു പ്രദേശമാണ്. ആ പ്രദേശത്ത് MLA നടത്തിയ വികസന സന്ദേശ ജാഥയ്ക്ക് ഏറ്റവും നല്ല സ്വീകരണം ലഭ്യമാവുകയാണ്. ഇത് മാത്രമാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ? നമ്മുടെ അടിപ്പാതയുടെ പ്രവർത്തനങ്ങൾ 7 കോടിയാണ് സംസ്ഥാന സർക്കാർ വഹിക്കുന്നത്. അതിന്റെ ഭാഗമായ 5.5 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിന് അടച്ചു കഴിഞ്ഞു. ബാക്കി തുക സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ എഗ്രിമെന്റ് പൂർത്തിയായി. ഒരു പ്രദേശത്തിനകത്ത് ഒരു അടിപ്പാത വരുമ്പോ അതിന്റെ സ്ഥലമേറ്റെടുപ്പ് അത് പൂർത്തിയായിരിക്കുന്നു, അതിന്റെ ടെൻഡർ നടപടിയായിരിക്കുന്നു, അതിന്റെ പണം കേന്ദ്ര ഗവൺമെന്റിന് 5.5 കോടി അടച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു ഭാഗത്ത് നടക്കുകയാണ്. പിന്നീട് പറഞ്ഞത് ആരോഗ്യ മേഖലയാണ്. ഈ ആരോഗ്യ മേഖലക്കകത്ത് കല്യാശ്ശേരിയിലെ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിയാരം മെഡിക്കൽ കോളേജ്. ഈ പരിയാരം മെഡിക്കൽ കോളേജിനകത്ത് 260 കോടിയുടെ വികസനങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത്. നൂതന ക്യാൻസർ പരിശോധന ഉപകരണം ലിനക് മെഷീൻ 25 കോടി രൂപ അത് പാസ്സായിരിക്കുകയാണ്. ഹൈടെക് MRI മിഷൻ 13.74 കോടി അത് അതിന്റെ അന്തിമഘട്ടത്തിലാണ്. ക്രിട്ടിക്കൽ കെയർ സെന്റർ 23.75 കോടി. ട്രോമ കെയർ സംവിധാനം. അപ്പോ നമ്മുടെ സർക്കാർ ആശുപത്രികളാണ്. അത് മാത്രമാണ് പഴയങ്ങാടി താലൂക്ക് ആശുപത്രി. അവിടെ അതിഥി തൊഴിലാളികൾക്ക് പ്രത്യേക സംവിധാനമുള്ള കേന്ദ്രമുണ്ട്. അവിടെ അമ്മയും കുഞ്ഞും ആശുപത്രി 15 കോടിയുടെ ഏറ്റവും 3 നില ബിൽഡിംഗ് അന്തിമഘട്ടത്തിലാണ്. പോയി നോക്കിയാൽ കാണാൻ വേണ്ടി കഴിയുമല്ലോ, അന്തിമഘട്ടത്തിലാണ്. ഐസൊലേഷൻ വാർഡ് 1.5 കോടി രൂപ ചെലവിട്ടുകൊണ്ട് പൂർത്തിയായി. സാധാരണക്കാരന് ആശ്രയിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായി പഴയങ്ങാടി താലൂക്ക് ആശുപത്രി മാറിയില്ലേ? മാട്ടൂൽ FHC പോയി നോക്കിയേ. ആധുനിക ഒരു പ്രൈവറ്റ് ആശുപത്രിയെ പോലും വെല്ലുന്ന വിധത്തിലല്ലേ നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ FHCകളും ഇന്നുള്ളത്. പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള FHCകളുടെ നില എന്താണ്? അപ്പൊ ആരോഗ്യ മേഖലയിൽ ഏറ്റവും മികച്ച നിലയിലാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ ജനങ്ങൾ അനുഭവിക്കുന്നത്. ഇപ്പൊ ഒരു ദിവസം ശരാശരി 1000 ആളുകൾ പഴയങ്ങാടി താലൂക്ക് ആശുപത്രി മാത്രം OP ടിക്കറ്റ് എടുക്കുന്നുണ്ട്. 400 പേർ മാട്ടൂർ ആശുപത്രിയിൽ ഒരു ദിവസം എടുക്കുന്നുണ്ട്. കല്യാശ്ശേരിയിൽ 250 OP ഉണ്ട്. ചെറുകുന്ന് BHCയിൽ 400 OP ഉണ്ട്. കണ്ണവരം BHCയിൽ 350 OP ഉണ്ട്. ഏഴോ BHCയിൽ 400 OP ഉണ്ട്. ചെറുതായം BHCയിൽ 400 OP ഉണ്ട്. ഏതാണ്ട് 300-നും 500-നും ഇടയിലാണ് നമ്മുടെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും. എന്തുകൊണ്ടാണ് അവിടെ സേവനം കിട്ടുന്നില്ലെങ്കിൽ ആളുണ്ടാവും? മുമ്പത്തേത് പോലെയല്ല. വൈകുന്നേരം വരെ ഡോക്ടർ ഉണ്ട്, ഞായറാഴ്ച ഉച്ചവരെ ഡോക്ടർ ഉണ്ട്. താലൂക്ക് ആശുപത്രി 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ആയുർവേദ മെഡിക്കൽ കോളേജ് മറ്റ് വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമല്ലേ. അപ്പൊ ഈ കല്യാശ്ശേരി മണ്ഡലത്തിലെ ഏത് തലത്തിലാണ് നമുക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി സാധിക്കുക? ശരി ശരി, എല്ലാ മേഖലയിലും വികസനം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് PP ഷാജിർ പറയുന്നത്. ശരി ശരി, കാണാൻ വേണ്ടി കഴിയും. ശരി ശരി, താങ്കളിലേക്ക് വരാം. ശ്രീ സയ്യിദ് കായിക്കാരൻ, ഈ വികസന കോട്ടങ്ങളൊക്കെ തന്നെ UDFന്റെ ആരോപണമാണ്, NDAയുടെ ആരോപണമാണെന്നാണ് PP ഷാജിർ പറയുന്നത്. ആരോഗ്യ മേഖലയിലൊക്കെ തന്നെ വലിയ വികസനം ഉണ്ടായിട്ടുണ്ട്. 260 കോടിയുടെ വികസനമാണ് പരിയാരത്തൊക്കെ വരാൻ പോകുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് UDF? ഈ ജാഥ നയിച്ച MLAക്ക് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ലഭിച്ച സ്വീകരണം, അവിടെയുണ്ടായ ജനങ്ങളുടെ പങ്കാളിത്തം പുതിയങ്ങാടിയിൽ ഉൾപ്പെടെ അദ്ദേഹം സൂചിപ്പിക്കുന്നു. അങ്ങനെ വികസനങ്ങളൊന്നും തന്നെ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഈ MLAക്ക് ഇത്രമാത്രം സ്വീകാര്യത ലഭിക്കുക മണ്ഡലത്തിൽ? ആദ്യം തന്നെ ഷാജിറെ പറഞ്ഞ സ്വീകരണ പരിപാടിയിലേക്ക് നമ്മൾക്ക് പോവാം. പുതിയങ്ങാടിയിലാണ് ഏറ്റവും നല്ല സ്വീകരണം കിട്ടിയത്. വളരെ ശരിയാണ്. കാരണം ഒരു ഒട്ടകത്തിനെ കൊണ്ടുവന്ന് പുറത്തിരുത്തിയത് പുതിയങ്ങാടിയിലാണ്. പക്ഷെ അന്നത്തെ ആ പരിപാടിയുടെ വിഷ്വൽ ഒന്ന് നിങ്ങൾ ഇപ്പോൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ എത്ര പേർ പുതിയങ്ങാടിയിൽ നിന്നുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണിക്കാൻ സാധിക്കും. കാരണം 5-ൽ കൂടുതൽ ആൾ പുതിയങ്ങാടിക്കാരായതില്ല എന്നുള്ളതാണ് ആ സ്വീകരണ പരിപാടിയുടെ ഏറ്റവും വലിയ. MLA കാണാനല്ല, ഒട്ടകത്തെ കാണാനാണോ ആളുകൾ വന്നതെന്നാണോ UDF പറയുന്നത്? പറഞ്ഞോട്ടെ, ഒട്ടകത്തെ കാണാൻ പോലും പുതിയങ്ങാടിക്കാർ അവിടത്തേക്ക് വന്നില്ല എന്നുള്ളതാണ് ആ സ്വീകരണത്തിന്റെ ഏറ്റവും വലിയ പരാജയം.
അതാണ് ആ വിഷ്വലുണ്ട്. വിഷ്വലിൽ പുതിയങ്ങാടിക്കാർ എത്രയുണ്ട് എന്ന് നിങ്ങൾ അത് മാർക്ക് ചെയ്ത് തന്നാൽ ഇപ്പൊ ഈ കാണുന്ന വിഷയം സമയം പുതിയങ്ങാടിയാ. നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കും. അതവിടെ ഇരിക്കട്ടെ. കാരണം നിങ്ങൾക്ക് അത് സാധിക്കില്ല. വെറുതെ നിങ്ങൾ ആ ലെവലിലേക്ക് പോകേണ്ടതില്ല. മറ്റൊന്ന്, എല്ലാം പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. പെരിയാർ മെഡിക്കൽ കോളേജിൽ വലിയ പാമ്പ് കയറിയത് നമുക്കൊക്കെ കണ്ടതാണ് പത്രത്തിലൂടെ. അവിടെ പാമ്പ് വളർത്ത് കേന്ദ്രമായി മാറിയ അവിടുത്തെ പല മേഖലകളും ഇപ്പോഴും വളരെ ശോചനീയാവസ്ഥയിൽ കിടക്കുകയാണ്. അവിടെയാണ് പ്രഖ്യാപനങ്ങൾ മാത്രം ഉണ്ട്. ഞങ്ങൾ അവിടെ കോടി കൊടുത്തു, ഇവിടെ കോടി, മറ്റേ കോടി എന്നല്ലാതെ മറിച്ച് അവിടെ ഒരു ഫിസിക്കലായി. പ്രഖ്യാപനങ്ങളല്ല, എനിക്കൊരു അവസരം തരണം. രണ്ടാമത്തത് ഞാൻ പറയാം, പുലിമൂട്ട് നിർമ്മാണത്തിന്റെ കാര്യം പറഞ്ഞു. അശാസ്ത്രീയമായ നിർമ്മാണമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ സാധിക്കാത്തത്. കാരണം അവിടെ ഡ്രഡ്ജിങ് നടത്തി നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. ഒരു വേള ആ പദ്ധതി അവിടെ നിലച്ചുപോയ ഒരു ഘട്ടമുണ്ടായിരുന്നു. ഒരുപാട് പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് വീണ്ടും അത് പുനരാരംഭിച്ചത്. അവിടെ ഒരു മണൽ മാഫിയയുമായിട്ടുള്ള ഒരു വലിയ കയ്യപ്പിലാണ് ഇപ്പോൾ അവിടുത്തെ ഡ്രഡ്ജിങ് നടക്കുന്നത്. അപ്പൊ ആ തരത്തിലുള്ള ഒരു പരിപാടിയാണ് ഇപ്പോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ പാലത്തിനെ കുറിച്ച് UDF-ന്റെ കാലത്ത് എടുത്ത പാലമാണ്, അത് ഞങ്ങളുടെ കാലത്തല്ല എന്ന് പറഞ്ഞ് ഇത് കഴിഞ്ഞ പ്രാവശ്യം കത്രിക വെച്ച് മറന്നത് UDF-ന്റെ കാലത്താണ്. ഇപ്പോഴാണ് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്തപ്പോൾ കണ്ടത് എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി. കാരണം അതൊന്നും ഒരു രാഷ്ട്രീയമായി ജനങ്ങൾക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. അത് തകരുമ്പോൾ അത് വേറെ ഗവൺമെന്റിന്റെതും രേഖയുണ്ടല്ലോ, അത് വേറെ ഗവൺമെന്റ് പറയുന്നത് അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്നില്ല ഞാൻ. കാരണം അതിന്റെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. സമയം അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇപ്പോഴും നിങ്ങൾ മാടായി പഞ്ചായത്തിലെ 2 FHSCകൾ നിങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കൂ. ചാനലിലാണല്ലോ സംസാരിക്കുന്നത്. സയ്യിദ് കായിക്കാരൻ, ഈ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ OP-യിൽ ഒരു ദിവസം 1000-ലധികം ആളുകൾ എത്തുന്നുണ്ടെങ്കിൽ അവിടെ സൗകര്യങ്ങൾ വർദ്ധിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? 1000-ലധികം എത്തുന്നു എന്നുള്ളത് വെറും വാക്ക് മാത്രം. അല്ല, പോയി നോക്കാം. OP ലിസ്റ്റ് പരിശോധിക്കാം. 1000 OP അവിടെ വരുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. കാരണം മെഡിക്കൽ കോളേജിൽ പോലും ഇല്ലാത്ത ഒരു OP സംവിധാനം അത്രമാത്രം അവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഞാൻ ഈ നാട്ടുകാരനാണ്, താലൂക്ക് ആശുപത്രിയുടെ അതിരിക്കട്ടെ. ഞാൻ അതിന്റെ 5 വർഷം താലൂക്ക് ആശുപത്രിയുടെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കണക്ക് പറഞ്ഞത്. സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല. എന്നെ സംസാരിക്കാൻ അനുവദിക്കണം. പറയൂ. എനിക്ക് പറയാനുണ്ട്. പറഞ്ഞോട്ടെ? പറയൂ. പറഞ്ഞു. മാടായി പഞ്ചായത്തിൽ 2 FHSC ഉണ്ട്. അവിടെ ഈവനിങ് OP ഇല്ല. നിങ്ങളിപ്പോ പല മേഖലകളിലും പറഞ്ഞു അവിടെ 6 മണി വരെ OP, ഇവിടെ ഞായറാഴ്ച OP എന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും മാടായി പഞ്ചായത്തിൽ ഇല്ല. അത് സൂചിപ്പിക്കുന്ന മാടായി പഞ്ചായത്തിന്റെ മാത്രം ഞാനൊരു ഉദാഹരണം പറയുന്നതാണ്. അങ്ങനെയെങ്കിൽ മിക്ക പഞ്ചായത്തുകളിലും ഇത് തന്നെ ആയിരിക്കണം അവസ്ഥ. കാരണം അവിടെ ഈവനിങ് OP നടത്തണമെങ്കിൽ ഡോക്ടർമാർ വേണം. FHSC-യിൽ മിനിമം 3 ഡോക്ടർ വേണം. ഒരു ഡോക്ടറാണുള്ളത്, ഒറ്റൊരു ഡോക്ടർ. അതിന് പകരം ഞങ്ങൾ LHCD ഡിപ്പാർട്ട്മെന്റ് മുഖേന ഞങ്ങൾ പഞ്ചായത്ത് പണം കൊടുത്ത് ഡോക്ടറെ നിയമിക്കാൻ അനുവാദം തരണമെന്ന് പറഞ്ഞ് ആരോഗ്യമന്ത്രിയുടെ കാൽക്കൽ ഒരുപാട് തവണ അപേക്ഷയുമായി പോയ ഒരു വ്യക്തിയാണ് ഞാൻ. ഇതുവരെ ഞങ്ങൾ ശമ്പളം കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് പോലും അനുവാദം തരാത്ത ഒരു അവസ്ഥ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ പാരാമെഡിക്കൽ സ്റ്റാഫ് ഇല്ല. അവിടെ മറ്റേ ലാബ് ടെക്നീഷ്യൻ ഇല്ല, മറ്റേ സ്റ്റാഫ് നേഴ്സ് ഇല്ല. ഇതൊക്കെ വേണം എങ്കിലേ ഈവനിങ് OP അവിടെ നടത്താൻ പറ്റുള്ളൂ. അപ്പൊ ഈ മേഖലകളിലൊന്നും ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. കാരണം പോസ്റ്റ് ക്രിയേഷൻ പോലും നടത്തിയിട്ടില്ല. പോസ്റ്റ് ഇല്ല ഉണ്ടായിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല, പോസ്റ്റ് ക്രിയേഷൻ പോലും നടത്തിയിട്ടില്ല. ആ അവസ്ഥയിലാണ് ആരോഗ്യ മേഖല. വളരെ ശോചനീയ അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. മാടായി പഞ്ചായത്ത് UDF ഭരിക്കുന്നത് കൊണ്ട് വല്ലാത്തൊരു അവഗണന നേരിടുന്നുണ്ട്. ഡോക്ടർക്ക് ഒരു തലവേദന വന്നാൽ, അങ്ങനെയാണോ ശ്രീ സയ്യിദ് കായിക്കാരൻ?
അല്ല, മാടായി പഞ്ചായത്ത് UDF ഭരിക്കുന്നത് കൊണ്ടാണോ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു അവഗണന? അങ്ങനെയാണോ ആരോപണം? എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാനതാണ് ആദ്യമായി സൂചിപ്പിച്ചത്. കാരണം വികസനങ്ങൾ CPM-ന്റെ കേന്ദ്രങ്ങളിൽ മാത്രം ഒതുക്കി, നാമമാത്ര വികസനങ്ങൾ മാത്രം ചില കേന്ദ്രങ്ങളിൽ ചില സമ്മർദ്ദത്തിന് വഴങ്ങി ചെയ്തു എന്നല്ലാതെ ഒരു അടിസ്ഥാനപരമായ ഒരു ജനങ്ങൾക്ക് എടുത്തു കാണിക്കത്തക്ക രീതിയിലുള്ള ഒരു വികസനവും ഇത്തരം കേന്ദ്രങ്ങൾ. പക്ഷേ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ ഈ പാലം നിർമ്മാണമൊക്കെ നടന്നത് UDF-ന്റെ ഭരണകാലത്താണെന്ന് പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞു MLA ആയി അവിടെ ജനപ്രതിയായിരുന്നത് LDF ആയിരുന്നു ഇത്രയും കാലം. അപ്പോൾ ഈ മാടായി പഞ്ചായത്തിൽ മാത്രം ഇത്തരം വികസനങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് പറയുമ്പോൾ അത് മാടായി ഭരണസമിതിയുടെ പിടിപ്പുകേടായും ജനങ്ങൾ കാണില്ലേ ശ്രീ സയ്യിദ് കൈക്കാർ? തീർച്ചയായും അതാണ് വസ്തുത. പഞ്ചായത്താണോ പാലം നിർമ്മിക്കേണ്ടത്? പഞ്ചായത്താണോ KSTP റോഡ് ഉണ്ടാക്കേണ്ടത്? പഞ്ചായത്താണോ ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെ നിയമിക്കേണ്ടത്? പഞ്ചായത്ത് ഒന്ന് നിയമിക്കാൻ ഒരു അനുവാദം പോലും ചോദിച്ചു തന്നില്ല എന്നുള്ളത് സർക്കാരല്ലേ തീരുമാനിക്കേണ്ടത്. അവിടെ മറ്റു കാര്യങ്ങളിലേക്ക് ചെയ്യേണ്ടതൊക്കെ സംസ്ഥാന ഗവൺമെന്റ് അല്ലേ. ഇത്രയും കാലം സംസ്ഥാന ഗവൺമെന്റിനെ പ്രതിനിധീകരിക്കുന്ന പ്രതിനിധി ഈ മണ്ഡലത്തിൽ CPM അല്ലേ, അവിടെ UDF-ന്റെ ആൾക്കാരല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. കാരണം നിങ്ങൾ ഈ ഇങ്ങനെയുള്ള ഒരു ഏതെങ്കിലും മേഖലകൾക്ക് മാത്രം കൊടുക്കുന്നതിന്റെ ഒരു ഫലമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ 1000-ൽ ഒതുങ്ങി. നിങ്ങളുടെ ഭൂരിപക്ഷം 40,000-നും 50,000-നും വിജയിച്ച മണ്ഡലത്തിൽ ആ മണ്ഡലമാണ് ഇപ്പോൾ ഷാജിർ പറയുന്നത് ഞങ്ങൾ അതേ പഴയ ഭൂരിപക്ഷത്തിന് തന്നെ ഞങ്ങൾ തിരിച്ച് എത്തുമെന്നുള്ളതാണ്. ഉറപ്പുണ്ട് ഈ പ്രാവശ്യം CPM-ന് വൻ പരാജയം നേരിടാൻ പോവുകയാണ്. ശരി, CPM-കാരാണ് CPM-ന് എതിരെ വോട്ട് ചെയ്യാൻ പോകുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിയല്ല വോട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താന് കല്യാശ്ശേരിയിൽ 1050 വോട്ടിന്റെ ലീഡ് വരില്ലായിരുന്നു. അല്ല, അത് നേരത്തെ PP ഷാജിർ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തുള്ള ഒരു സാഹചര്യം. കാലങ്ങളിൽ ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ വോട്ട് ചെയ്തിരുന്ന വോട്ടർമാർ എങ്ങനെ കൈപ്പത്തിക്ക് കുത്തി? അപ്പൊ നിങ്ങളുടെ ഈ സംവിധാനം മൊത്തത്തിൽ നിങ്ങൾ തകരാറിലായിട്ടുണ്ട്. അത് പരിശോധിക്കുന്നതിന് പകരം നിങ്ങൾ മറ്റുള്ള മേഖലകളെ പറഞ്ഞ് അതിനെ ആക്ഷേപിക്കുകയല്ല ചെയ്യേണ്ടത്. ശരി, താങ്കളിലേക്ക് വരിക. ശ്രീ AV സനിൽ, ഈ വികസനങ്ങളൊക്കെ തന്നെ നടന്നു എന്ന് തന്നെയാണ് ഷാജിർ പറയുന്നത്. അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. അതിനെ അങ്ങനെ നടന്നിട്ടില്ല എന്ന് സയ്യിദ് കൈക്കാരനും പറയുന്നു. ഈ BJP-യുടെ ഒരു നിലപാട്, BJP-യുടെ ഈ കേന്ദ്രത്തിലെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാൽ ഈ കല്യാശ്ശേരി മണ്ഡലത്തിൽ എന്തെങ്കിലും വോട്ടർമാരുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ BJP-ക്ക് ഉണ്ടാകുമോ? BJP-ക്ക് ഉണ്ടോ? കാരണം ഈ വികസനങ്ങൾ നടപ്പിലാക്കുന്നവരോട് തന്നെയായിരിക്കും ജനങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടാവുക. അത്തരം വികസനങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെ വികസനങ്ങൾ കേരളത്തിലേക്ക് വരുന്നുണ്ടോ ശ്രീ AV സനൽ? അല്ല, അത് കല്യാശ്ശേരിയിൽ മാത്രമല്ല, കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പില് ഈ കേരളക്കരയാകെ കണ്ടു നിന്നതാണ്. എവിടെയും താമര വിരിയില്ല എന്ന് പറഞ്ഞ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും, നിങ്ങൾക്ക് അവിയൽ മുന്നണികൾ, നിങ്ങളുടെ മുന്നണികളിൽ എത്ര കക്ഷികളുണ്ട് എന്ന് ഇവർ രണ്ടുപേർക്കും തന്നെ അറിയില്ല. ഏതൊക്കെ പഞ്ചായത്തുകളിൽ എത്ര കക്ഷികളുണ്ട് എന്ന് ഇവർക്ക് അറിയില്ല. അവിടെയാണ് ഞങ്ങൾ പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ നമുക്ക് ഒരു സഖ്യകക്ഷി BDJS എന്ന് പറയുന്ന ഒരു സഖ്യകക്ഷി മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ നഗരസഭയിൽ ഞങ്ങൾ കോർപ്പറേഷനിൽ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അത് യാഥാർത്ഥ്യമല്ലേ? യാഥാർത്ഥ്യമല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? VV രാജേഷാണ് അവിടുത്തെ മേയർ. അവിടെ നടപ്പാക്കിക്കൊണ്ട് അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു നഗരപാലിക ഭരണം വന്നതിന് ശേഷം അവിടെ നടപ്പാക്കുന്ന പദ്ധതികൾ ജനങ്ങളാകെ ഏറ്റെടുക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അത് കേവലം അത് ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിന്റെ ഏതെങ്കിലും പഴയ കാലങ്ങളിൽ ഭരണപരിഷ്കാരത്തെ ആശ്രയിച്ചല്ല. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഏറ്റവും വലിയ ജനകീയനായ ലോകാരാധ്യനായ നേതാവ് നയിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ ഭരണപരിഷ്കാരങ്ങളെ ആസ്പദമാക്കിയാണ് ആ നഗരപാലിക ഭരണം നടക്കുന്നതും. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ 140 നിയോജക മണ്ഡലങ്ങളിലേക്കും നമ്മൾ തെരഞ്ഞെടുപ്പ്. കല്യാശ്ശേരിയിലെ ഒരു മാത്രം നമ്മൾ ഒതുക്കുന്നതല്ല. കല്യാശ്ശേരിയിലെ അവസ്ഥ ഞാൻ നിങ്ങളോട് പറയും. ഇവര് രണ്ടുപേരും ഇപ്പൊ പറഞ്ഞു
പാലം പണി തുടങ്ങിയത് ഞങ്ങളുടെ കാലത്താണ്, അവസാനിപ്പിച്ചത് അവരുടെ കാലം. ഏതായാലും KSTP പദ്ധതി തുറന്നു കൊടുക്കുന്നത് 2018-ലാണ്. പാലം KSTP പദ്ധതി സ്വാഭാവികമായി പണിത് കൊടുക്കുമ്പോൾ 2 പാലവും ആ പദ്ധതിയുടെ ഭാഗമാണല്ലോ. ആ പദ്ധതിയുടെ ഇപ്പോഴും നിങ്ങൾക്ക് അവിടെ പോയി താവും അതുപോലെ തന്നെ പാപ്പിനിശ്ശേരി മേൽപ്പാലങ്ങളുടെ പാർശ്വഭിത്തികളിൽ നിങ്ങൾക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഉദ്ഘാടന ഫലകങ്ങളുണ്ട് അവിടെ. ആ ഉദ്ഘാടന ഫലകങ്ങളിൽ ഇബ്രാഹിം കുഞ്ഞും ജി സുധാകരനും അന്നത്തെ MLA TV രാജേഷും അന്നത്തെ അധികാരികളുടെ, അല്ലാതെ BJP-കാരുടെയോ മറ്റു വേറെ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ. അപ്പൊ നിങ്ങളാണ് ഈ പാലത്തിന്റെ അപകടാവസ്ഥയെ കുറിച്ചും നാളെ ഇന്നിപ്പോ നിങ്ങൾ 3 തവണ പൂട്ടി, ഇനിയിപ്പോ ഇതെപ്പോ തുറക്കുന്ന അറിയില്ല. നിങ്ങൾ പറയുന്ന രാത്രി പണിയെടുക്കും. MLA-യോട് നമ്മളന്ന് MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയപ്പോ MLA പറഞ്ഞു രാത്രി കാലങ്ങളിൽ പണി നടത്താൻ വിടാത്തത് കൊണ്ട് നാട്ടുകാരും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ സമരങ്ങൾ മൂലം നടത്താൻ പറ്റാത്തത് കൊണ്ട് രാവിലെയാക്കി. ഞാൻ ഈ ഏരുപുര നിവാസിയാണ്, ഇതുവരെ ഇവിടെ പണി തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പോ നിങ്ങളോട് ഞാൻ പറയാം, ഈ പാലം പണി അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് KSTP ടാറിങ് ഈ 18 കോടി നിങ്ങൾ വാങ്ങിയില്ലേ? ഇത് ഞാൻ അറിഞ്ഞത് ഇതിന്റെ കോൺട്രാക്ടർ ഇവിടുത്തെ MLA-യുടെ ഒരു ബന്ധുവാണെന്നാണ് അറിയുന്നത്. അദ്ദേഹം ഏതോ ഒരു ചെറുകിട ഏതോ കോൺട്രാക്ടറാണ്, അദ്ദേഹത്തിന്റെ ബിനാമിയിലാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഇത്രയും വലിയ ഒരു പദ്ധതി നടപ്പാക്കാനുള്ള സംവിധാനമില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയാം, ഒരു പണിയും ഇവിടെ നടക്കുന്നില്ല. രാത്രി കാലങ്ങളിൽ എന്ത് പണിയാണ് നടക്കുന്നത് എന്ന് എനിക്കറിയില്ല. മേൽപ്പാലത്തിന്റെ പണിയാണോ അല്ല മറ്റു വേറെ എന്തെങ്കിലും പണിയാണോ എന്ന് എനിക്കറിയില്ല. രാത്രി മുതൽ ഈ പഴയങ്ങാടി വരെ എവിടെയും ടാറിങ് നടക്കുന്നില്ല. അതുപോലെ തന്നെ താവം മുതൽ പാപ്പിനിശ്ശേരി പാലം വരെ എവിടെയും ടാറിങ് പണി നടക്കുന്നില്ല. അതുപോലെ തന്നെ പാപ്പിനിശ്ശേരി പാലം കഴിഞ്ഞാൽ ചുങ്കം വരെ എവിടെയും പണിയാൻ 18 കോടി വാങ്ങിയിട്ടില്ലേ? നിങ്ങളുടെ പാർട്ടി ഫണ്ട്, രക്തസാക്ഷി ഫണ്ടൊന്നുമല്ലല്ലോ, കേരള ഗവൺമെന്റിന്റെ ഖജനാവിലെ ഫണ്ടല്ലേ? ജനങ്ങളോട് മറുപടി പറയണ്ടേ? നിങ്ങൾ 2018 പണിത പാലം ഇതിപ്പോ 2007 വർഷം, 10 വർഷം ഗ്യാരണ്ടി പോലും ഉണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പല മേഖലകളിൽ ഈ കിഫ്ബിയുടെ അണ്ടറിൽ ഒരുപാട് റോഡ് പണി കഴിച്ചിട്ടുണ്ട്. ആ റോഡ് പണിക്കൊക്കെ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. ആ ഗ്യാരണ്ടി പോലും നിങ്ങൾക്ക് 2 കക്ഷികൾക്കും വാങ്ങിച്ചത്. ഇത് ജനങ്ങളോടാണ് നിങ്ങൾ മറുപടി. നിങ്ങൾ പറഞ്ഞു, ഒരുപാട് പറഞ്ഞു. മത്സ്യത്തൊഴിലാളി സംവിധാനത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. മത്സ്യത്തൊഴിലാളി സംവിധാനം ഇപ്പൊ കല്യാശ്ശേരി നിയോജകമണ്ഡലം 10 പഞ്ചായത്താണ്. അതിന് കടന്നപ്പള്ളിയും അതുപോലെ തന്നെ കല്യാശ്ശേരിയും കണ്ണപുരവും ഒഴിച്ചാൽ ബാക്കി എല്ലാ പഞ്ചായത്തും ഉൾനാടൻ ജല മത്സ്യ പദ്ധതി ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ്. അത് ഉപ്പുവെള്ള മത്സ്യങ്ങളും അതുപോലെ തന്നെ മറ്റു മത്സ്യകൃഷികളും നടക്കും. അവിടെയൊക്കെ നിങ്ങൾ ഈ 1400 കോടി നിങ്ങൾ പദ്ധതി ആവിഷ്കരിച്ചിട്ട് ബാക്കി 7 പഞ്ചായത്തുകളിൽ എന്ത് പദ്ധതിയാണ് ചെറുകിട മത്സ്യ കർഷകർക്ക് വേണ്ടി നിങ്ങൾ അവതരിപ്പിച്ചത്? നേരത്തെ സയ്യിദ് കായിക്കാരൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആർക്കും വേണ്ടാത്ത ഒരു കല്ലുമുക്കായ ഹാച്ചറി ഞങ്ങൾ പുതിയങ്ങാടി കൊണ്ട് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പറയുന്നത്? MLA ഇപ്പൊ രാവിലെയും വൈകുന്നേരവും പറയുന്നത് മാടായിക്കാവ് റോഡാ 1,50 ലക്ഷം രൂപ. മാടായി പാർക്ക് 80 ലക്ഷം രൂപ പോലും വേണ്ടാത്ത ആ പദ്ധതിക്ക് 1,49 ലക്ഷം 1,50 ലക്ഷം രൂപ ഇവർ കരാറുകാരുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആക്കിയിട്ട് അവിടെ പദ്ധതി നടപ്പാക്കുക. നമ്മൾ ദീർഘകാലമായ ഇവിടുത്തെ ആളുകളുടെ മുറവിളിയാണ് മാടായി കേന്ദ്രീകരിച്ചിട്ട് മാടായി പാറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് തീപിടുത്ത് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം കൊളങ്ങര പള്ളിയുടെ ഭാഗത്തുള്ള പഴയങ്ങാടി ഖബറിസ്ഥാൻ ഉൾപ്പെടെ കത്തി നശിച്ചിരിക്കുകയാണ്. ഫയർ സ്റ്റേഷൻ പയ്യന്നൂരിന്ന് വരണം, ഫയർ സ്റ്റേഷൻ വേണമെന്ന് പറഞ്ഞു. MLA ആദ്യം പറഞ്ഞ മാടായി പാർക്ക് സ്ഥലം വേണമെന്ന്. ചൈനാക്ലയുടെ 11 ഏക്കർ സ്ഥലം, 9 മുതൽ 11 ഏക്കർ സ്ഥലം വരെ അവിടെ വെറുതെ KCCPL ലിമിറ്റഡ് ഒരു പണിയുമില്ലാതെ കിടക്കുമ്പോ നിങ്ങൾ ഇതിന് മാടായിപ്പാറയിലേക്ക് വരുന്നു. നിങ്ങൾ മാടായിപ്പാറയിൽ കൊണ്ടുവന്ന ഏത് പദ്ധതിയാണ് അത് വികസനോന്മുഖമായിട്ടുള്ളത്? അല്ലെങ്കിൽ മാടായിപ്പാറയിൽ കൊണ്ടുവന്ന ഏതെങ്കിലും പദ്ധതിക്ക് വിജയകരമായിട്ടുണ്ടോ? മാടായിക്കാവിന്റെ വികസനമാണ് ഇന്നലെയും മിനിഞ്ഞാന്ന് MLA പറയുന്നത്. മാടായിക്കാവിൽ ഊട്ടുവരവെന്ന് അന്നത്തെ കർണാടക മുഖ്യമന്ത്രി യെദ്യൂരപ്പയാ, അല്ലാണ്ട് നിങ്ങളല്ല. വാതിൽമാട് നിങ്ങളല്ല ഉദ്ഘാടനം ചെയ്യേണ്ടത്. അതിൽമാട് അവിടുത്തെ വരുന്ന ഭക്തജനങ്ങളുടെ പണം പിരിച്ചുകൊണ്ട് അവിടുത്തെ കമ്മിറ്റിയുടെ 60% പണവും ദേവസ്വം വകുപ്പിന്റെ 40% പണം കൊണ്ട്, അല്ലാണ്ട് കേരളത്തിന്റെ ഖജനാവിൽ ഉണ്ടാക്കിയ ഒരു പണം അല്ലാതെ നിങ്ങൾ പറയുന്നതേ. ശരി ശ്രീ PP ഷാജർ, നേരത്തെ സയ്യിദ് കായിക്കാരൻ സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ വോട്ടുകൾ ഉൾപ്പെടെ രാജ്മോഹൻ ഉണ്ണിത്താന് ലഭിച്ചു. അതുകൊണ്ടാണ്
നിങ്ങളുടെ ഭൂരിപക്ഷം അവിടെ വളരെയധികം കുറഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു യാഥാർത്ഥ്യമല്ലേ? അതൊരു ആശങ്കയായി തന്നെ നിലനിൽക്കുന്നില്ലേ CPM-ന്? റെക്കോർഡ് ഭൂരിപക്ഷം ലക്ഷ്യമിട്ടാണ് നിങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. ചെറിയ തോതിലെങ്കിലും ആശങ്കപ്പെടുത്തുന്നില്ലേ അത്? ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു ആശങ്കയുമില്ല. ഏതായാലും സെയ്ദ് കായിക്കാരന്റെ പ്രതീക്ഷ നിയമസഭാ റിസൾട്ട് വരുമ്പോൾ അവസാനിക്കും. ഞാൻ ഒറ്റ വാക്കിൽ അത് പറയാണ്, കൂടുതൽ പറയുന്നില്ല, കാരണം എനിക്ക് മറ്റു പോയിന്റിലേക്ക് പോകണം. ഇത് പറയാനുള്ള ഒന്ന്, സെയ്ദ് കായിക്കാരൻ എന്ന് സൂചിപ്പിച്ചത് നടക്കാത്ത പ്രവർത്തനങ്ങളാണ് പറഞ്ഞത്. നടക്കാത്ത പ്രവർത്തനങ്ങളല്ല, 118 ഗ്രാമീണ റോഡുകൾ MLA ഫണ്ടും ബജറ്റ് ഫണ്ടും ഉപയോഗിച്ച് 37 കോടി രൂപ ഉപയോഗപ്പെടുത്തി പ്രവർത്തനം നടന്നു കഴിഞ്ഞു. നമ്മുടെ മണ്ഡലത്തിൽ പോയി നോക്ക്, എവിടെയാണ് മെക്കാടൻ റോഡ് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള മുഴുവൻ റോഡും മെക്കാടമായ കേരളത്തിലെ അപൂർവം മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ കല്യാശ്ശേരി മണ്ഡലം. അത് നമ്മൾ കാണണം. ഔഷധ ഗ്രാമം MLA ഏറ്റെടുത്ത പ്രത്യേക പദ്ധതിക്ക് കാർഷിക മേഖലയിൽ അവാർഡ് കല്യാശ്ശേരിക്ക് നേടുന്ന നിലയുണ്ടായി. നമ്മുടെ ആരോഗ്യ മേഖല ഇപ്പൊ പറഞ്ഞല്ലോ, ആരോഗ്യ മേഖലയിൽ പറയുമ്പോൾ തന്നെ ആർദ്രം പദ്ധതിയിലൂടെ ഒരു ഡോക്ടറെ വൈകുന്നേരം വരെ നിയമിക്കാൻ പഞ്ചായത്തിന് അധികാരമുണ്ട്. അതിന്റെ ഓർഡർ ഒന്ന് പരിശോധിച്ചോ. ആ പഞ്ചായത്ത് വെക്കേണ്ട പണിയെടുക്കാണ്ടിരുന്നിട്ട് എല്ലാം അത് സംസ്ഥാന സർക്കാരാണ്. ഞാൻ പറഞ്ഞല്ലോ, മാടായി പഞ്ചായത്തിനപ്പുറം മാട്ടൂരിൽ പ്രശ്നമില്ലല്ലോ, കല്യാശ്ശേരി പ്രശ്നമില്ലല്ലോ, കണ്ണപുരം ഈ പ്രശ്നമില്ലല്ലോ. അവിടുത്തെ ആരോഗ്യ മേഖലയിൽ എന്താ പ്രശ്നം? താലൂക്ക് ആശുപത്രിയിൽ എത്ര ജനങ്ങളാണ് 24 മണിക്കൂറും ആളുകൾ അവിടെ കേന്ദ്രീകരിക്കുന്നത്, അവിടെ എത്തുന്നത്. അപ്പൊ ആരോഗ്യ മേഖലയിൽ പ്രശ്നങ്ങളില്ല. അപ്പൊ പ്രശ്നങ്ങളില്ല എന്ന് പറയുമ്പോൾ ചില പോരായ്മകൾ, ആ പോരായ്മകൾ ഞങ്ങൾ തിരുത്തും. അതോടൊപ്പം തന്നെ സമയക്കുറവുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ AV സനിൽ ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അല്ലേ, ഈ മാടായിപ്പാറയിൽ ഈ അടിക്കടി തീപിടുത്തം ഉണ്ടാകുന്നു. ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്, ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യുന്നു തീപിടുത്തം മാടായിപ്പാറയിൽ. പയ്യന്നൂരിൽ നിന്ന് വരണം ഫയർഫോഴ്സിന്റെ ടീം അംഗങ്ങൾ. എന്തുകൊണ്ടാണ് പഴയങ്ങാടിയിൽ ഒരു ഫയർ സ്റ്റേഷൻ അനുവദിക്കാൻ പോലും സാധിക്കാത്തത്? തീപിടിക്കുന്നതിന്റെ അടുത്തെല്ലാം പിന്നെ ഫയർ സ്റ്റേഷൻ വെക്കുക എന്നുള്ളതാണോ? അല്ല, എത്രയും പെട്ടെന്ന് അവിടെ എത്തുകയാണ്. തീപിടുത്തം ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് അവിടെ ഫയർഫോഴ്സ് എത്തുക എന്ന് തന്നെയല്ലേ വേണ്ടത്? അതിന് അടുത്ത സ്ഥലത്ത് തന്നെയല്ലേ ഫയർ സ്റ്റേഷൻ വേണ്ടത്? ഏതെങ്കിലും തരത്തിൽ അപായമില്ലാതെ എല്ലാ തലത്തിലും ഇടപെട്ടുകൊണ്ട് ഇപ്പൊ 2 ദിവസം മുമ്പ് ഉണ്ടായതും പരിഹരിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഈ പറഞ്ഞ ആവശ്യം ന്യായമാണ്, നമുക്ക് നോക്കാം, ഒരു കാലങ്ങൾ പ്രതീക്ഷിക്കാം. മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ ശരി, സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ് ഇടപെടുന്നത്. ശ്രീ സഹീദ് കായിക്കാരൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യമൊന്നുമല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. സംസ്ഥാനത്തും ഒപ്പം കല്യാശ്ശേരി മണ്ഡലത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ UDF ഞെട്ടും എന്നാണ് ഷാജിർ പറയുന്നത്. ആയിക്കോട്ടെ, ആ സമയത്ത് ഞങ്ങൾ ഞെട്ടിക്കോളാം. അപ്പൊ അതിന് കൂടുതൽ ആവശ്യം ഞാൻ പറയുന്നില്ല. ഷാജിറിനോട് പറയാനുള്ളത്, ഫയർ സർവീസ് സെന്റർ പിന്നെ ഫയർഫോഴ്സിന് വേണ്ടിയിട്ട് ബിൽഡിംഗ് എടുക്കാൻ പിന്നെ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് TV രാജേഷ് MLA പ്രഖ്യാപിച്ചതാണ്. പക്ഷെ അത് ഇതുവരെ നടത്തിയിട്ടില്ല. പഞ്ചായത്ത് അതിന് സ്ഥലം ഒരുക്കി കൊടുക്കാം എന്നും കൂടി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് ഓഫീസിന് സ്ഥലം കിട്ടിയില്ല. പഞ്ചായത്ത് ഓഫീസ് എടുക്കേണ്ട സ്ഥലവും ഫയർ സ്റ്റേഷൻ എടുക്കേണ്ട സ്ഥലവും വ്യത്യസ്തമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പഞ്ചായത്ത് ഓഫീസ് ഏതെങ്കിലും മൂലയിൽ കൊണ്ടുപോയി വെക്കാൻ പറ്റില്ല. പക്ഷെ ഫയർഫോഴ്സിന് ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ചാൽ ആ വണ്ടി വരേണ്ട ആ ഒരു ഏരിയ മാത്രമേ കാണേണ്ടതുള്ളൂ. അപ്പൊ അത്തരത്തില് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ്. 1ാം പിണറായി സർക്കാർ കഴിഞ്ഞു, 2ാം പിണറായി സർക്കാർ കഴിഞ്ഞു. ഇപ്പോഴും നമ്മളൊന്ന് പരിശോധിക്കാം എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ ജനങ്ങളെ ഒരുതരം കളിയാക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത്. കാരണം വികസനം ജനങ്ങൾക്ക് ആവശ്യമായ വികസനം ഇപ്പോഴും കല്യാശ്ശേരി മണ്ഡലത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും അവസാന വാക്കായി. ശരി, അവസാനമായി ശ്രീ AV സനിൽ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു BJP. അത് BJPയെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയാണ്. ആ വിജയത്തിന് ശേഷം നരേന്ദ്രമോദി പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്നു. അദ്ദേഹം പ്രസംഗത്തിൽ തന്നെ പറഞ്ഞത് ഗുജറാത്തിലെ കാര്യമാണ്. ഗുജറാത്തിൽ അഹമ്മദാബാദ് നഗരസഭ പിടിച്ചെടുത്താണ് BJP അവിടെ വലിയ ശക്തിയായി മാറുന്നത്. ഗുജറാത്തിൽ ഭരണം പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് രാജ്യഭരണവും സ്വന്തമാക്കുന്നു. അന്ന് കേരള ജനത ഒന്നടങ്കം പ്രതീക്ഷിച്ചത് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, കേരളത്തിൽ വലിയ വികസനങ്ങൾ ഉണ്ടാകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ്. പക്ഷേ ഒരു പ്രഖ്യാപനങ്ങളും ആ ഒരു മോദിയുടെ പ്രസംഗത്തിൽ, പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടായില്ല. തൊട്ടു പിന്നാലെ കേന്ദ്ര ബജറ്റ് വരുന്നു. നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലും കേരളത്തിന് വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇത്തരത്തിൽ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ ഇങ്ങനെ ഉയർത്തി കാട്ടുമ്പോൾ എങ്ങനെയാണ് കേരള ജനത BJPക്ക് അനുകൂലമായി ചിന്തിക്കുക?
കേരള ജനത മാത്രമല്ല കല്യാശ്ശേരി മണ്ഡലത്തിലായാലും? കേരളത്തിലെ ജനത ഞാൻ പറയുന്നു ഒരുപാട് ബജറ്റുകൾ ഒന്നും പദ്ധതികൾ കൊടുത്തില്ല. ഒറ്റ വാക്കിൽ ഞാൻ ചോദിക്കും, കേന്ദ്രം കൊടുത്ത പദ്ധതികൾ ഏതാ നടപ്പിലാക്കിയത്? ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളെ ഹൈടെക് സ്കൂളുകളാക്കി മാറ്റാമെന്ന് പറയുന്ന PM ശ്രീ പദ്ധതി നിങ്ങൾ ആദ്യം ഒപ്പിടുകയും പിന്നെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന അങ്ങനെ എത്രയേറെ പദ്ധതികൾ നിങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, പ്രധാനമന്ത്രി പറഞ്ഞത് തന്നെയാണ്. അതുകൊണ്ടാണോ കേരളത്തെ പൂർണ്ണമായും കേന്ദ്ര ബജറ്റിൽ നിന്ന് തടഞ്ഞത്? അതുകൂടി പറയൂ ശ്രീ സനൽ. അതുകൊണ്ടാണോ കേന്ദ്ര ബജറ്റിൽ നിന്ന് കേരളത്തെ പൂർണ്ണമായും തടഞ്ഞത്? അടിസ്ഥാനത്തിൽ നമ്മൾ ഗുജറാത്തിൽ അധികാരത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം നഗരസഭ പിടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ എന്തായാലും നടക്കില്ല. അല്ല, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയില് എവിടെയും നിങ്ങൾ അക്കൗണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞു. എത്ര നഗരസഭകൾ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അക്കൗണ്ട് തുറക്കുമോ ശ്രീ സനൽ? ഇത്തവണ BJP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കുമോ ശ്രീ സനൽ? അതുകൂടി പറയൂ. ഇത്തവണ അക്കൗണ്ട് തുറക്കുമോ ശ്രീ സനൽ? അതുകൂടി പറയൂ. നിയമസഭയിൽ പൂജ്യമാണ്. ഇത്തവണ അക്കൗണ്ട് തുറക്കുമോ? ഇനി നിങ്ങൾ കൂട്ടാത്ത മതമൗലികവാദ തീവ്രവാദി സംഘങ്ങളില്ല, എല്ലാരും കൂട്ടിക്കോ, എന്നാലും പിടിക്കും. 20% വോട്ട് നമുക്കുണ്ടെങ്കിൽ ഞങ്ങൾ 140 നിയമസഭാ മണ്ഡലങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇത്തവണത്തെ പോരാട്ടം വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, ഭാരതീയ ജനതാ പാർട്ടിയുടെ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമാണ്. ശരി, സമയക്കുറവുണ്ട്. കല്യാശ്ശേരിയിൽ ഇത്തവണ പോരാട്ടം കനക്കുമോ എന്ന വിഷയമാണ് ഓപ്പൺ ഫോറം പരിശോധിച്ചത്. ചർച്ചയിൽ പങ്കെടുത്ത PP ഷാജിർ, സഹീദ് ഗായിക്കാർ, നേവി സനിൽ 3 പേർക്കും നന്ദി അറിയിക്കുകയാണ്. ഇത്തവണ കല്യാശ്ശേരിയിൽ നിന്നല്ല, സംസ്ഥാനത്തൊട്ടുക്കും എല്ലാ മണ്ഡലങ്ങളിലും പോരാട്ടം കണക്കും, കല്യാശ്ശേരിയിലും പോരാട്ടം കനക്കുമെന്ന് തന്നെയാണ് ചർച്ചയിൽ പങ്കെടുത്തവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓപ്പൺ ഫോറത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി കാണാം. നമസ്കാരം.